എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യത പാലിക്കുന്നതിനെക്കുറിച്ചാണ്. ടൈം ടേബിൾ നമ്മൾ എത്രമാത്രം കൃത്യമായി പാലിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ ഈ പറയുന്ന ടൈം ടേബിളുമായിട്ടുള്ള ഫിക്സേഷൻ വളരെ കൂടുതലാണ്. അത് പലപ്പോഴും നെഗറ്റീവായിട്ടും വരാറുണ്ട്. കാരണം ഇപ്പോൾ രാവിലെ നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്നത് 5 മണിയാണെന്ന് വിചാരിച്ചു. 5 മണി 5:10 ആയാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 5:30 എന്ന് പറഞ്ഞൊരു സമയത്തിലേക്ക് ഫിക്സ് ചെയ്യും. 6 മണി 6:15 ആയാൽ എന്ത് ചെയ്യും? അടുത്ത റൗണ്ടിങ് പിന്നെയും തുടങ്ങും. 6:30, 7 മണി കഴിഞ്ഞ് 7:20 ആയി കഴിഞ്ഞാൽ എന്നാൽ പോട്ടെ, എന്നാൽ പിന്നെ 7:30, 8 മണിക്കോ തുടങ്ങാം. ഈ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ടൈമിലേക്ക് ടൈം ടേബിൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് എപ്പോഴും നമുക്കുള്ളൊരു ടെൻഡൻസിയാണ്. അത് ശരിക്കും ആക്ച്വലി ഒരുപാട് സമയം നമ്മളത് കളയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. 9 മണി കഴിഞ്ഞ് 9:10 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ 9:30 തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തു 6 മണിക്ക് തുടങ്ങും എന്നാണ് അവരുടെ ടൈം ടേബിൾ ഉള്ളതെങ്കിൽ 6 മണിക്ക് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ 8 മണിയായിപ്പോയി, അല്ലെങ്കിൽ 10 മണിയായിപ്പോയി, 9 മണിയായി സ്റ്റാർട്ട് ചെയ്യാൻ, 6 മണിക്കാണ് തുടങ്ങേണ്ടിയിരുന്നത്, ഫ്രസ്ട്രേഷനായി, അല്ലെങ്കിൽ ആ രീതിയിൽ എന്നാൽ പിന്നെ ഇന്ന് നോക്കണ്ട, ഇനി വൈകുന്നേരം നോക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നവർക്കുണ്ട്. പൊതുവേ നമുക്ക് വളരെ കുറച്ച് മാത്രം സമയം കിട്ടുന്നവർക്ക് ഇങ്ങനെയുള്ള ടൈം ടേബിൾ ലാപ്സസ്, പൊതുവേ ഫിക്സേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന സമയം എത്രയാണോ, മണിക്കൂർ കണക്കിന്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 5 മണിക്കൂർ ഏത് സമയത്താണെങ്കിലും പഠിക്കാൻ നമ്മൾ റെഡി ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ കൃത്യമായ സമയം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ചില സമയത്ത് മറ്റ് പല എൻഗേജ്മെൻറ്റ്സുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ മറ്റ് ഇപ്പോൾ കുട്ടികളുള്ളവർ, ഫാമിലി ഉള്ളവർ, അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ കൃത്യം ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മൊത്തത്തിലൊരു ദിവസം 5 മണിക്കൂർ ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം മുതലാക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പിന്നെയും അത് പോസ്റ്റ്പോണ്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യസമയം പാലിക്കണം എന്ന് പറയുന്നതിനേക്കാളും കൺസിസ്റ്റൻ്റായിട്ട് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയും കൂടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമയം പാലിക്കണ്ട എന്നല്ല, കൃത്യസമയം ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ആ ദിവസത്തെ പഠിത്തം മുടക്കുന്നത് ശരിയല്ല എന്നതാണ്. കൃത്യസമയം പാലിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലതാണ് കൃത്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ പാലിക്കുക എന്ന് പറയുന്നത്. അതല്ലാത്തവർക്ക് എപ്പോഴും നല്ലത് ഈ പറഞ്ഞ ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ടേബിൾ മാറിപ്പോയി എന്ന് വിചാരിച്ചൊരു ദിവസം കളയാതെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്കപ്പ് ടൈം ടേബിൾ എന്ന രീതിയിൽ നമ്മുടെ എന്താ പറയുക, കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആ ദിവസം ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ വിചാരിച്ചു 8 മണിക്ക് പറ്റിയില്ല, അപ്പോൾ നമുക്കിപ്പോൾ 10 മണിയായിപ്പോയി, അപ്പോൾ ആ ടൈമിംഗ് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ആ ദിവസത്തെ പഠിത്തം കളയാതെ വേറെ എന്തെങ്കിലും ഒരു ബാക്കപ്പ് ടൈം ടേബിൾ പോലെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മലയാളമോ ലിറ്ററേച്ചറോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ PSC അല്ലെങ്കിൽ എക്സാമുമായി ഓറിയൻറ്റഡ്, ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് പൊതുവിൽ നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്.